ചെയ്യാല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു തിയറി ക്ലാസ് ആണ്. എല്ലാവർക്കും എന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. കൈകൾ മടിയിൽ തുറന്നു വെക്കാം. കണ്ണുകൾ അടയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. മൂക്കിലൂടെ എടുക്കാം. ശ്വാസം പുറത്തു വിടുന്നത് ഹം ശബ്ദത്തോടു കൂടെയാണ്. HAM, ഹം. അപ്പൊ ഒരു തവണ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം പുറത്തു വിടാം. ശ്വാസം ഉള്ളിലേക്ക് പുറത്തു വിടാം. ശ്വാസം ഉള്ളിലേക്ക് പുറത്തു വിടാം. റിലാക്സ്. കൈകൾ തമ്മിൽ കൂട്ടിത്തരുമോ? ഒരു ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിലേക്ക് വെക്കാം. പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് കൈകളിലേക്ക് നോക്കാം. ഇന്നേവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നന്ദി. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് യോഗിക് ഡയറ്റ് ആണ്. എന്താണ് യോഗിക് ഡയറ്റ് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ 6ാമത്തെ ക്ലാസ് ആണ്, സെഷനാണ് നമ്മൾ എടുക്കുന്നത്. ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഷെരീഫ് സാർ. സാറിന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. അതുപോലെ തന്നെ പ്രദീപ് സാർ, ഇത് കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് സാറാണ്. സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം യോഗിക് ഡയറ്റിൽ ഒരു യോഗി എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം സാധാരണ ആയിരിക്കുന്ന നമ്മൾ ആരും കംപ്ലീറ്റ്ലി യോഗികളല്ല. അപ്പം ക്ലാസിക്സിൽ എന്തൊക്കെയാണ് ഒരു യോഗി ആയിരിക്കുന്ന ആള് കഴിക്കേണ്ട ആഹാര രീതികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു വയസ്സായി ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഡയറ്റിലേക്ക് മാറുന്നതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ദൈവത്തിലേക്ക് കണക്റ്റ് ആവാനും അതുപോലെ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാനൊക്കെ ഈ ഒരു ഡയറ്റ് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്നവർക്ക് അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികളും കൂടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസിക്കലും അതിൻ്റെ റെഫറൻസസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ സ്വീകരിച്ചാൽ മതി. ഈ ഒരു യോഗിക് ഡയറ്റ് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇതിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. എത്രയൊക്കെ പ്രാവർത്തികമാണോ ആ ഒരു തരത്തിൽ മാത്രം എടുത്താൽ മതി. മുഴുവനായി ഫോളോ ചെയ്യേണ്ടതായിട്ട് ഇല്ല. ആദ്യം തന്നെ നമുക്ക് എന്താണ് യോഗിക് ഡയറ്റ് എന്ന് മനസ്സിലാക്കാം. മിതാഹാരം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ യോഗിക് ഡയറ്റിലൂടെ പറയുന്നത്. മിതമായി ആഹാരം കഴിക്കുക എന്നതാണ്. എന്ത് ഭക്ഷണം തന്നെ ആയിക്കോട്ടെ, നമുക്ക് ചിലപ്പം വളരെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്ത് തന്നെ കിട്ടിയാലും നമ്മൾ അധികമായി കഴിക്കരുത്. പക്ഷെ കുറഞ്ഞും കഴിക്കരുത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലും കഴിക്കരുത്, വളരെ കൂടിയ ക്വാണ്ടിറ്റിയിലും കഴിക്കരുത്. അതാണ് യോഗിക് ഡയറ്റിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് മിതാഹാരം. മിതമായി ആഹാരം കഴിക്കുക. നമുക്ക് ചിലപ്പം ഐസ്ക്രീം കുറേ ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ വേറെ ബിരിയാണി പോലത്തെ ആഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും, നോൺ വെജ് കൂടുതൽ കഴിക്കുന്നവരുണ്ടാവും. ഈവൻ നോൺ വെജ് കഴിക്കുന്നവരായാലും ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. അളവ് വളരെ കൂടുതലായിട്ട് ഒരു ആഹാരവും കഴിക്കാനായിട്ട് പാടില്ല. അത് പച്ചക്കറി ആണെങ്കിലും വളരെയധികം കഴിക്കാനായിട്ട് പാടില്ല. ഒരു മിതമായ രീതിയിൽ കഴിക്കണം. അത് നമ്മുടെ ശരീരത്തിൽ ഡൈജഷനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ കൂടുതലായി കഴിച്ചാൽ. എന്ന് വെച്ചിട്ട് നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലും കഴിക്കാനായിട്ട് പാടില്ല. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് അല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇത് പ്യുവർലി ക്ലാസിക്സിൽ, അതായത് യോഗയിലും ആയുർവേദത്തിലും എന്താണ് ഒരു യോഗിയുടെ ഭക്ഷണ രീതികൾ എന്നാണ് പറയുന്നത്. അതിൽ BMI ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം.
ഇനി ആഹാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 വികാരം കൂടെയാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല. ഒരു നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നോർത്തിൽ എല്ലാവരും പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു ഇതുണ്ട്. ജൈസേ അൻ വൈസേ മൻ എന്നാണ് പറയുന്നത്. നമ്മളുടെ അന്നം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളുടെ മനസ്സ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ജൈസെ അൻ വൈസെ തൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. തൻ എന്ന് വെച്ചാൽ ബോഡിയാണ്, നമ്മുടെ ശരീരം എങ്ങനെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവര് ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെയാണ് നമ്മളുടെ മനസ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നു അത് ഡയറക്ട്ലി നമ്മളുടെ മനസ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു ഭക്ഷണം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. എങ്ങനത്തെ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് നമ്മളെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ആത്മാവിനും അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും. നാവിലൂടെയാണ് നമ്മൾ രുചി അറിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് മണക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഫുഡ് കുക്ക് ചെയ്യുന്നവർക്കറിയാം, അതിന്റെ വേവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് ചില സൗണ്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണയൊക്കെ തിളച്ചോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് ഒരു ടൈമിൽ അത് വെണ്ണ തിളച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും. ഓരോരോ അത് എല്ലാ സെൻസസിനെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉണർത്താനായിട്ട് നമുക്ക് പാചകം ചെയ്യുമ്പോൾ പറ്റും. അതുപോലെ ആഹാരം എന്ന് പറയുന്നത് വെറും ഒരു ഖരപദാർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ മാത്രം നറിഷ് ചെയ്യുന്ന ഒരു വസ്തുവല്ല. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഫിസിക്കലിയും മെന്റലിയും സ്പിരിച്വലിയും ഉയരാനായിട്ട് നമ്മളെ ഭക്ഷണ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരുപാട് അമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ അമ്മമാര് കുക്ക് ചെയ്യുന്ന ഫുഡിനെ നമ്മൾ എത്ര ഹോട്ടലിൽ എത്ര വലിയ ഷെഫുമാരുണ്ടാക്കിയ ഫുഡിനേക്കാളും വളരെയധികം ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നാറാണ്. നമ്മൾ പുറത്തൊക്കെ ഹോസ്റ്റലിലൊക്കെ പോയി കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് ഒരു ഭയങ്കരമായൊരു ടേസ്റ്റ് ഒക്കെ തോന്നും. കാരണം അമ്മ അത് ഉണ്ടാക്കുന്നത് അത്രയും സ്നേഹവും എൻ്റെ മകള് വളരണം അല്ലെ എൻ്റെ മകൻ വളരണം ആ ഒരു ഇന്റൻഷനോടെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോ പല കോർപ്പറേറ്റ് കിച്ചൺസിലും ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഫുഡ് അത്രയും നമ്മളുടെ എനർജീനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ലൊരു ഇന്റൻഷനോടെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു സമയത്ത് അല്ലെ അഫർമേഷൻസ് ഒക്കെ ഇട്ട് കുക്ക് ചെയ്യുന്ന ഫുഡ് അത് ഡിഫറെന്റ് ആണ്. നമ്മൾ എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചാലും അതിന്റെ ഒരു ക്വാണ്ടിറ്റി അതിന്റെ ഒരു ക്വാളിറ്റി ഒന്നും ആ ഒരു വേറൊരു ഫുഡിനും കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പം നമുക്ക് കുറേ ചിലപ്പം വീട്ടില് പണിയൊക്കെ ചെയ്തു തരാൻ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷെ കുക്കിംഗ് എന്നുള്ള ഒരു കാര്യം എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ഫിസിക്കലി എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലും ചെറിയ രീതിയിലെങ്കിലും സ്വന്തമായിട്ടും സ്വന്തം മക്കൾക്കും കൊടുക്കാനുള്ള ഫുഡ് സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ മനസ്സ് പോലെ നമ്മൾ അത്രയും നന്നാവണം, നമ്മളെ ഫാമിലി അത്രയും നല്ല രീതിയിലാവണം, സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ വേറൊരാളും നമുക്ക് ഉണ്ടാക്കി തരില്ല. അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഗുണം നമ്മളെ ഫാമിലിക്ക് മുഴുവനായിട്ടും കിട്ടും. വേറെ ജോലികൾ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാം, അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷെ കുക്ക് ചെയ്യുന്നത് അമ്മമാര് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹഠയോഗ അതുപോലെ തന്നെ ജരണ്ട സംഹിത ഈ ഒരു 2 പുസ്തകങ്ങളിലാണ് യോഗിക് ഡയറ്റിന്റെ പ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന് മിതാഹാരം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ മോഡറേറ്റ് ആയിരിക്കണം, ബാലൻസ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കൂടുതലും കഴിക്കരുത്, കുറഞ്ഞും കഴിക്കരുത്. പിന്നെ പഥ്യാഹാരം അപഥ്യാഹാരം എന്ന് പറയുന്നുണ്ട്. ആയുർവേദ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ പഥ്യം പറയാറുണ്ട്. പലർക്കും പഥ്യം ഒന്നും പറയുന്നത് പഥ്യം ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അത് ഗുണകരമായി മാറണമെങ്കിൽ അതിന്റെ എഫക്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ പെട്ടെന്ന് ഗുണം കിട്ടും. അങ്ങനെ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടും.
മറ്റ് നോൺ വെജ് കഴിച്ചവർക്ക് കിട്ടില്ല എന്നല്ല, അവർക്കും കിട്ടും. പക്ഷെ അതൊരു സമയം കൂടുതൽ എടുക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസസ് ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് കണക്റ്റ് ആവാനായിട്ട് ഈ റിസർച്ച് സയന്റിഫിക്കലി റിസർച്ച് ആയിട്ട് പ്രൂവൺ ചെയ്തില്ല. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ അറിഞ്ഞിട്ടുള്ളത് ഇതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആയ സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ പെട്ടെന്ന് കണക്റ്റ് ആവാനും കൂടുതൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപത്യാഹാരം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഫുഡ് ഒഴിവാക്കണം, ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഒരു ഹഠയോഗ പ്രദീപിക പതഞ്ജലി മഹർഷിന്റെ, അതുപോലെ തന്നെ ജരണ്ട സംഹിത എന്ന് പറയുന്നത്, ജരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി എഴുതിയിട്ടുള്ള, വളരെ കാലങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള ക്ലാസിക് ബുക്കാണ്. ഈ രണ്ടിലാണ് ഈ 3 ആഹാര രീതികളെ പറ്റി, മിതാഹാരം, പത്യാഹാരം, അപത്യാഹാരം. പത്യം എന്ന് വെച്ചാൽ എന്ത് കഴിക്കണം, അപത്യം എന്ത് കഴിക്കരുത്, ഈ 3 കാര്യങ്ങളാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ മിതാഹാരത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം മിതാഹാരത്തിൽ.